ഹലോ, അങ്ങനെ റമദാൻ സ്റ്റാർട്ടായല്ലേ. ഈ ഒരു റമദാനിൽ നമുക്ക് വീട്ടിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസും എയർ ഫ്രൈഡ് ചിക്കനും ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് ക്ലീൻ ആക്കി വെക്കണം. അതിനുശേഷം മസാലക്കൂട്ട് പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബേ ലീഫ്, മല്ലി, വറ്റൽമുളക്, കുരുമുളക്, ഗ്രാമ്പൂ, പട്ട ഇവയെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കി ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു ജാറിൽ കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം എടുക്കുക. അതിനുശേഷം ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. കുറച്ച് ക്രഷ് ചെയ്തതിന് ശേഷം അല്പം ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് വൺസ് അഗെയിൻ അതൊന്ന് ക്രഷ് ചെയ്യുക. അതും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അല്പം പെരുംജീരകം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പൗഡറാണ്, അതും കൂടി ആഡ് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാല ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ചിക്കൻ മാരിനേറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അല്പം ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം ചിക്കൻ നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ. അത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഈ മസാലയ്ക്ക് ചിക്കനിൽ നല്ല രീതിയിൽ പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കുക. ആൻഡ് ഇത് ഓപ്ഷണലാണ്. നോർമൽ ചിക്കൻ ഫ്രൈ ആണ്. ഇപ്പം ബാലൻസ് വന്ന മസാലയും പിന്നെ എക്സ്ട്രാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചുവന്നുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. നമുക്ക് അല്പം ഒനിയനും ടൊമാറ്റോയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി റൈസിലോട്ട് കിടക്കാം. ഇപ്പോൾ ഇവിടെ 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. സോ അത് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം വെള്ളം മാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു അരമണിക്കൂറായിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ എടുക്കുക. അത് നമുക്കിനി കുക്ക് ചെയ്യാം. ഒരു കുക്കർ എടുക്കുക. അത് നല്ല രീതിയിൽ ചൂടായതിനു ശേഷം അല്പം ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒലിവ് ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കുക്കർ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച ഒനിയനും ടൊമാറ്റോയും അതിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് ഏകദേശം കുക്കായി വന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അല്പം ഗാർലിക്കും കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 2 വിസിലാണ് ഈ ചിക്കൻ കുക്കായി വരുന്നതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് റൈസിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. ഓൾമോസ്റ്റ് ആ ഒരു ടൈം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ആ കുക്കറിൽ നിന്ന് ചിക്കൻ പീസസ് മാത്രമായിട്ട് മാറ്റി വെക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ 2 കപ്പ് റൈസിന് 3 കപ്പ് വാട്ടർ എന്ന രീതിയിലാണ് കണക്കെടുക്കുന്നത്. ഓൾറെഡി 1 കപ്പ് നമ്മൾ ആ കുക്കറിലെ ആ ഒരു മസാലയുടെ വെള്ളമുണ്ട്. എക്സ്ട്രാ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന 2 കപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം റൈസും കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് അല്പം ഉപ്പും പച്ചമുളകും ക്യാപ്സിക്കും കൂടി ആഡ് ചെയ്ത് ഒരു വിസിൽ ടൈമിൽ അതൊന്ന് വേകാനായിട്ട് കുക്ക് ചെയ്ത് വരാനായിട്ട് വെക്കുക. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ എയർ ഫ്രൈ ചെയ്തെടുക്കാം. എയർ ഫ്രൈ ഒരു 10 to 15 മിനിറ്റ്സ് 15 മിനിറ്റ് വരെ മതിയാകും എയർ ഫ്രൈയുടെ ഒരു ടൈം. സോ നമുക്ക് നെക്സ്റ്റ് ഇനി സൽസ പ്രിപ്പയർ ചെയ്യാം. അല്പം ഒനിയനും ടൊമാറ്റോയും കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് നാരങ്ങ നീരും കൂടി എടുത്തിട്ട് അത് നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്ത് പേസ്റ്റാക്കി എടുക്കുക. ഇതിൻ്റെ ആ പേസ്റ്റിലേക്ക് ആവശ്യത്തിന് തൈരും അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ടൈം കൊണ്ട് തന്നെ ചിക്കൻ എയർ ഫ്രൈ ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ റൈസും റെഡി ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ മാത്രമേ ഉള്ളൂ. അത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതും കൂടി ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിന്നർ മീൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഹെൽത്തിയാണ്. ഇതിൽ നമ്മൾ നോർമൽ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈക്ക് വേണ്ടി മാത്രമാണ്. അത് ഓപ്ഷണലായിരുന്നു. ബാലൻസ് എല്ലാത്തിലും ഒലിവ് ഓയിലാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്ലീസ് ഡു വാച്ച്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ബൈ.